വേലിച്ചീര, അതായത് ബോംബെ ചീര കണ്ടു ഒക്കെ കായേട്ടാ, പൂവും കായേ. നമുക്ക് പൊടിക്കാം. എനിക്ക് വേണം ആ ഭാഗത്തിൽ വെച്ച് വെട്ടിയാൽ മതി എന്നാ. ആ അപ്പം എന്താണെന്നറിയാം ഗുണം, എത്ര അടുത്തുനിന്ന് പിന്നെ ഇത് വരുമ്പോഴേ പൊടിക്കും. പറ്റണല്ലേ? യെസ്. അങ്ങനെ ഒന്ന് നെക്സ്റ്റ് നിറയെ ഇങ്ങനെ പൊട്ടി ചെനയ്ക്കുമ്പോൾ ഇവിടെ വാടാ കുട്ടപ്പി. ഇല മൂത്തു അല്ലേ? മൂക്കാത്ത ഇല നോക്കി നമുക്ക് എടുക്കാം. നമ്മുടെ അവിടെ പണ്ട് ഒരു അനില ഉണ്ടായിരുന്നു. ജയശ്രീ ഉണ്ടാവില്ല, അനില, ഒരു അമ്മ നോക്കാനായിട്ട് വന്ന. അപ്പം അനില പറയേ അവരിതിൻ്റെ കൂമ്പ് മാത്രമേ വയ്ക്കുള്ളൂ എന്ന്. അതായത് ആ മുകളിലത്തെ ഇതിലൊന്നുമില്ല അങ്ങനത്തെ. ആ തലയും വെട്ടിക്കോളൂ, ആ തല. അതിങ്ങനെ കൂമ്പെടുത്ത് വരുമ്പോൾ കൂമ്പ് അവരിങ്ങനെ നുള്ളുന്ന് 2-3-4 ഇലയുള്ള കൂമ്പ് നുള്ളൂത്ര. അങ്ങനെ കുറേ കൂമ്പുകൾ കൂട്ടിയിട്ട് അവർ ഉപ്പേരി വയ്ക്കുന്നു, കറി വയ്ക്കാന്ന്. നമുക്ക് ഇല എടുക്കാം കേട്ടോ, മൂക്കാത്ത ഇലയൊക്കെ എടുക്കാം. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ചെടിത്തോട്ടത്തിലേക്ക് പോയപ്പോൾ ഒരു വലിയ ചെടി വലുതായി പൂവിട്ട് കാച്ചു നിൽക്കുന്നുണ്ട്. ജയശ്രീ ഇത് മുറിച്ചോണ്ട്. ജയശ്രീ വന്നു കേട്ടോ, നിങ്ങൾക്ക് കാണണ്ടേ? ജയശ്രീ ജയശ്രീ വന്നു. ഇന്നലെ കണ്ടില്ല. ജയശ്രീയെ കണ്ടെങ്കിലും മുഖമൊന്നും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. വർത്താനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ വിശേഷമൊക്കെ പറയാം. പിന്നെ കുറേ ഉണ്ട് കണ്ടോ. ഇതിൻ്റെ അടിയിൽ ചിലതിൻ്റെ അടിയിൽ കായ വന്നു. നല്ല ചുമന്ന ഞെട്ടിയുള്ള പിങ്ക് കളറുള്ള നല്ല സുന്ദരി കായകളാണ്. ഒക്കെ പഴുത്ത പോലെ കേട്ടോ. എന്ന് വെച്ചാൽ ആ ഇല നന്നായിട്ട് മൂത്തു നിർത്താം. നമുക്ക് അധികം മൂക്കാത്ത ഇല നോക്കി കുറച്ചെടുത്തിട്ട് ജസ്റ്റ് വെച്ചിട്ടിട്ട് കായ കണ്ടില്ലേ? ഇത് ബെസ്റ്റ് സാധനം. അതിന് ബോംബെ ചീര എന്ന് പറയും, വേലിച്ചീര എന്ന് പറയും, പ്രഷർ ചീര എന്ന് വെച്ചാൽ ഷുഗർ ചീര എന്നല്ല, പ്രഷർ ചീര എന്ന് പറയും. പ്രഷറുള്ളവർക്ക് നല്ലതാണ് ഇത് കഴിക്കണത്. ഇതിപ്പോൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുക. ആൾക്കാർ വേലിയൊക്കെ കളഞ്ഞ് മതിലാക്കിയില്ലേ. അപ്പോൾ ഇതൊക്കെ പോയി. നീരോലി എന്ന ചെടിൻ്റെ പണ്ട് നീരോലി, അതാണ് നമ്മൾ വേലിക്ക് കുത്തുക. അതൊക്കെ പോയി. താഴെ തേക്കണ നീരോലി ഇപ്പം അതൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് അധികം മൂക്കാത്തത് നോക്കി എടുത്തിട്ട് വെക്കാം കേട്ടോ. ഓക്കെ. അപ്പം ഊരാം, അങ്ങനെ ഊരാം. പിന്നെ ഇതിൽ തണ്ട് വേണമെങ്കിൽ കുഴിച്ചിടാം അല്ലേ? തണ്ട് കുഴിച്ചിട്ടാലും പൊടിക്കും. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യണ്ടല്ലോ, അതുകൊണ്ട് പിടിക്കും. എന്താ നമ്മൾ കുറച്ചെടുത്ത് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു കേട്ടോ. ഇതിനുണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് ഒരു സവാളയുടെ പകുതി കുരുകുരുന്നനെ അരിയാം. ഇങ്ങനെ അരിഞ്ഞു, ചെറുതാക്കി അരിഞ്ഞു കേട്ടോ. ചീനച്ചട്ടി ചൂടാകുമ്പോഴേക്കും അരിയലൊക്കെ കഴിയണം. ഇനി എന്തൊക്കെ വേണ്ടത്? അതിലേക്ക് പച്ചമുളക് വേണം. പഴുത്ത ഒരു മുളക് തന്നെ ഫസ്റ്റ് എടുത്ത്, നല്ല എരിവുണ്ടാവും. ഒരു ചെറിയ പച്ചമുളകും ഇടാം, പച്ച ഇടാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചീനച്ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുകിടാം. വെളിച്ചെണ്ണ ചൂടായിട്ടോ കടുകിടാം. 1 ടീസ്പൂൺ കടുകിട്ടു. അത് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് അരിമണി ഇടാം കേട്ടോ. ചോറ് വയ്ക്കണം നമ്മുടെ അരി, അതിട്ടു. അതിങ്ങനെ പൊരിഞ്ഞ് വരുന്നു. ഇതാ പൊരിഞ്ഞ് വന്നു കേട്ടോ. ഇനി നമുക്കതിലേക്കൊരു വറ്റൽമുളക് പൊട്ടിച്ചിടാം. വറ്റൽമുളക് പൊട്ടിച്ചിട്ടു. ഇനി അതിലേക്ക് മുളക്, പച്ചമുളക്, സവാള ഇതൊക്കെ ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ നമ്മളുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പ്രഷർ ചീരയുടെ അല്ലെങ്കിൽ വേലിച്ചീരയുടെ ഇലയും ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കാം. വെളിച്ചെണ്ണയും കടുകും എല്ലാ സാധനങ്ങളും എല്ലായിടത്തും ആവട്ടെ. നന്നായിട്ട് ഇളക്കുക. കണ്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. സവാളയുണ്ട്, പിന്നെ അരിമണി പൊരിഞ്ഞത്. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. വീണ്ടും ഇളക്കാം. ഇനി ഉപ്പിടണം കേട്ടോ. നമുക്ക് കുറച്ച് പൊടി ഉപ്പിടാം കേട്ടോ. ഇതാ ഉപ്പിട്ടു. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയിട്ട് അടച്ച് വയ്ക്കാം. കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോൾ വേവും. അത് 2-3 വട്ടം തുറന്നും അടച്ചും തുറന്നും അടച്ചും തുറന്നും അടച്ചും ഇത്രയായി കേട്ടോ. വെന്തിട്ടുണ്ട്. പണ്ടൊക്കെ അമ്മ വെക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കും. കാരണം അതൊരു മെരുക്കില്ലാത്ത ഇലയാണേ. നാളികേരം ഇട്ടു കേട്ടോ. ചെരുകിയ നാളികേരം കുറച്ചിട്ടു. വെന്തിട്ടൊക്കെ ഉണ്ട് ഇല. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ആ കഴുകിയപ്പോൾ ഉള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ചീര ഇല, അതല്ല ബോംബെ ചീര ഇല, അതായത് പ്രഷർ ചീരയുടെ ഇല, പല പേരുണ്ട്. വേലി ചീരയുടെ ഇല, അത് ഏത് പറഞ്ഞാലും ശരിയാണ്. തോരൻ റെഡി. പണി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നമുക്കിനി ഇന്നലെ നമ്മൾ സുഭാഷിൻ്റെ വലിയ ചിരക്ക മേടിച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ചിരക്കാണ്, കണ്ടോ എന്താ വലിപ്പം അല്ലേ. അപ്പോൾ ഇത് മുഴുവൻ വേണം. അത് നമ്മൾ കുറച്ചൊക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്ത് ഇന്നൊരു പകുതി എടുത്തിട്ട് നമുക്ക് എങ്ങനെ വെക്കണ്ടേ, വറുത്തരച്ച് വയ്ക്കാം. ഓക്കെ, സൂപ്പറാണ്. വറുത്തരച്ചിട്ടുള്ള ചിരക്ക. ചിരക്ക മുറിച്ചു. തൊലി ഒന്ന് ചെത്തിക്കളയാം. അധികം മൂത്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് തൊലി ചെത്തിക്കഴിഞ്ഞു. അത് മുറിച്ചു കഷ്ണങ്ങളാക്കി 4 പീസാക്കി. ഇനി നമുക്കിത് ചെറുതായിട്ട് അങ്ങോട്ട് നുറുക്കാം. കുരുവൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് അങ്ങോട്ട് നുറുക്കാം. നുറുക്കി കഴിഞ്ഞത് ഈ ഒരു കഷ്ണം കൂടെ ഉള്ളൂ കേട്ടോ. ഇപ്പം എല്ലാം നുറുക്കി കഴിഞ്ഞു. കഴുകി അതിന് ശേഷം കുക്കറിലിടാം. കുക്കറിലിട്ടു. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. കുറച്ച് ഉപ്പിട്ടു. ഒരു പച്ചമുളക് അതിൽ കീറിയിടാം. പച്ചമുളക് കീറിയിട്ടു. ഇനി ഒരു സവാളയുടെ പകുതി ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞിടാം. സവാള ഇട്ടു. പകുതി ഇട്ടിട്ടുള്ളത് മതി. കുറച്ച് വെള്ളം ഒഴിക്കാം. കഷ്ണത്തിൽ വെള്ളം ഉണ്ടാവും, എന്നാലും കുറച്ച് വെള്ളം ഒഴിക്കാം. ഒന്നിങ്ങനെ ഇളക്കിയിട്ട് അടച്ച് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. 1 വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ ആയിക്കോട്ടെ, വെന്ത് കിട്ടും. ഇത് 2 വിസിലൊന്ന് വാങ്ങി വെക്കാം. അതിൻ്റെ പ്രഷർ പോകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് നാളികേരമൊക്കെ വറക്കാം കേട്ടോ. ചെറുചട്ടി വെച്ചു. ഇനി ഇത്ര നാളികേരം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 ചുമന്ന ഉള്ളി, പിന്നെ ചെറിയ 4-5 വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇടാം. ഇത് വറക്കാം. നമുക്ക് കറിവേപ്പിലിടാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മതി. നാളികേരമൊക്കെ ഇതിലിട്ടു. ഒന്ന് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വറുത്തെടുക്കാം. വറുത്തരച്ചാന്നല്ലേ പറഞ്ഞിരിക്കണത്, വറുത്തെടുക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുറച്ച് കഴിയുമ്പോൾ ഒഴിക്കാം. ഇത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരേക്ക് നമുക്കിത് ഇളക്കണം കേട്ടോ. നാളികേരം നന്നായിട്ട് വറവാവണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കട്ടെ കേട്ടോ ഞാൻ. കാരണം വെളിച്ചെണ്ണ ഇത്തിരി കുറവാന്ന് തോന്നുന്നു, അടി പിടിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ അടി പിടിക്കില്ല. അപ്പോൾ നന്നായിട്ട് വീണ്ടും വറക്കുക. നിറം വന്നു കേട്ടോ, ഗോൾഡൻ ബ്രൗൺ കളർ വന്നു. ഇത്തിരി മല്ലിപ്പൊടി ഇടാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. വറുത്തരയ്ക്കുമ്പോൾ നന്നായിട്ട് മല്ലിപ്പൊടിയൊക്കെ വേണം. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. കാരണം
എരിവ് കൂടുതലാണ് ഈ മുളകിന്. നന്നായിട്ട് ഇളക്കാം. ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഇളക്കി അതൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ വാങ്ങി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഓഫാക്കി ഞാൻ വാങ്ങി പകർത്തി വയ്ക്കാൻ ചൂടാറാനായിട്ട്. കാരണം ഇത് അരയ്ക്കുമ്പോൾ മിക്സിയിലിട്ട് അരയ്ക്കണ്ടല്ലേ, ചൂടാറണം. അപ്പം ഈ പ്ലേറ്റിൽ ഞാൻ പകർത്തിയിട്ട് പരത്തി വയ്ക്കുകയാണ്. ചൂടാറട്ടെ കേട്ടോ. കുറക്കാറാകുമ്പോഴേ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അരയ്ക്കാം. കുക്കർ തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കഷ്ണം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. വറുത്തരച്ച് വെച്ചത് ഇത്തിരി വെള്ളത്തോടെയാണ്. ഇത് മുഴുവൻ ഇതിലേക്ക് ഒഴിക്കാം. തീ കത്തിച്ചു കേട്ടോ. തിളയ്ക്കണം നന്നായിട്ട്. പച്ചവെള്ളം കൂട്ടി അരച്ചതല്ലേ. ഇളക്കിയിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് തിളച്ചു. വാങ്ങി വയ്ക്കാം നമുക്ക്. ഓഫാക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉള്ളി മൂപ്പിക്കണം. പാൻ ചൂടായി. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഉള്ളി ഇടാം. ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ടു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നന്നായിട്ട് ഉള്ളി ഒന്ന് മൂക്കട്ടെ. നല്ല ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. കണ്ടോ, ദേ വന്നു കേട്ടോ. നല്ലോണം മൂത്തു. വാസനയൊക്കെ വന്നു തുടങ്ങി. ഉള്ളി മൂത്ത വാസന. വാങ്ങാം കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് ആയിട്ടുണ്ട്. ഓഫാക്കി ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇവിടെ വെച്ചാൽ കാണാൻ പറ്റും. അങ്ങനെ ഉള്ളി മൂപ്പിച്ചതും അതിലേക്ക് ഒഴിച്ചു. അപ്പം നമ്മുടെ വറുത്തരച്ച ചിരക്കക്കൂട്ടാൻ റെഡി. ഒന്ന് അടച്ച് വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പകർത്താം കേട്ടോ. മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങോട്ട് നമുക്ക് ഊണ് കഴിക്കാം. വരൂ കേട്ടോ. ചേച്ചി എല്ലാവരും വന്നോളൂ. എനിക്ക് വിളമ്പാണ്. ഞാൻ വിളമ്പാണ്. ചോറ് നല്ല കൂട്ടാനല്ലേ. ഇത്തിരി ചോറുണ്ടാവുക അല്ലേ. ഇഷ്ടമുള്ള കൂട്ടാനാണ്. എന്താണ് കണ്ട, വറുത്തരച്ച ചിരക്കക്കൂട്ടാൻ. സൂപ്പറാട്ടാ. ചേച്ചി എടുത്തോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചീര. ഏത് ചീര? ബോംബെ ചീര, പ്രഷർ ചീര തോരൻ വെച്ചത്. സൂപ്പർ. ഞാൻ കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണോ? വരൂ കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. ഉണ്ടാക്കി നോക്കൂ കേട്ടോ.